നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പൂവ് എങ്ങനെയാണ് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളൊരു രീതിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. തേനീച്ച വരുന്നില്ലെങ്കിൽ ഹാൻഡ് പോളിനേഷൻ ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒരുപാട് ആൾ വിളിച്ച് ചോദിക്കുന്നതാണ്, എങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പൂവ് പൊഴിഞ്ഞു പോകുന്നുണ്ട്, എങ്ങനെയാണ് പോളിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഈ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ട ഒരുപാട് വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഇന്ന് ഒന്നുകൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ്. അതുപോലെ ഇതിനൊരു കവർ, മഴയുണ്ടെങ്കിൽ കവറും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്, അതും കൂടി ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ നമുക്ക് പോളിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെറിയൊരു കാര്യമാണ്, നമുക്കൊരു വലിയൊരു കാര്യമല്ല ഈ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടത്. നമ്മളിതുപോലെ വിരിഞ്ഞ പൂവ്, രാവിലെ കയറി വരിക, വിരിഞ്ഞ പൂവ് ഇതുപോലെ ഇടിക്കുക. ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത്രയേ പരിപാടിയുള്ളൂ. അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ പൂമ്പൊടി കംപ്ലീറ്റ് ഇതിലേക്ക് പൂമ്പൊടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പൂമ്പൊടി കംപ്ലീറ്റ് ഇതിലേക്ക് വീണിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ചെറിയ പൂവിലേക്ക്, ഇതിൽ തന്നെയാണ് ആൺപൂവും പെൺപൂവും ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ, ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ബഡ്സോ അല്ലെങ്കിൽ ഒരു ബ്രഷോ എടുത്തിട്ട് നമ്മളിതിലേക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ചെറിയ പണി മാത്രമേ ഉള്ളൂ പോളിനേഷൻ, നമ്മുടെ ഹാൻഡ് പോളിനേഷൻ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്ര ആവശ്യമില്ല, ഈ ഫുള്ള് പൂമ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് പൂമ്പൊടി മതി. നമ്മുടെ പോളിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേനീച്ച വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ രീതിയിൽ ചെയ്യരുത്. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ കവർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പോൾ കവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പൂവ് വിരിയുന്നതിന് മുമ്പേ, മഴയുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടിയുടെ ഭാഗത്തേക്ക് പോവുക. അതിനുശേഷം വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യണം, വിരിയാറായ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പൂവില്ല. വിരിയാറാകുമ്പോൾ ഇങ്ങനെ കൂമ്പി നിൽക്കും. ഇങ്ങനെ വിരിയാറായി റെഡിയായി നിൽക്കുന്ന പൂവിൻ്റെ പുറത്തേക്ക് ഇതുപോലൊരു കവർ എടുത്ത്, ചെറിയ കവറാണെങ്കിൽ ഒരു ഭാഗം കട്ട് ചെയ്തു, അതിനുശേഷം ഈ രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ. കാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു കയറെടുത്തിട്ട് ഈ ഭാഗത്ത് പൂവിന് കെട്ടിക്കൊടുക്കരുത്, പൂവ് വിരിയേണ്ടതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് ഒരു കാരണവശാലും. ഈ ബാക്ക് ഭാഗത്ത് ചെറിയ രീതിയിൽ ടൈറ്റ് ഇല്ലാതെ പാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം രാവിലെ നമ്മളൊരു 6 മണിക്ക് നമ്മുടെ ഈ ചെടിയുടെ ഭാഗത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കവറിങ് എടുത്തതിന് ശേഷം ഞാനിപ്പം ചെയ്ത പോളിനേഷൻ്റെ രീതി പോലെ നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കുക. പോളിനേഷൻ ചെയ്തതിന് ശേഷവും മഴയുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു കവറെടുത്ത് ആ കവർ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് ഈ ഭാഗത്ത്, ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ കെട്ടിക്കൊടുക്കുക. ഇപ്പം അടിയിൽ ഇങ്ങനെ കീറി ഇങ്ങനെ നിന്നോട്ടെ, അഥവാ ഇപ്പോൾ തേനീച്ചയോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഇതിലേ കൂടി കയറിയിട്ട് പോളിനേഷൻ റെഡി ആയിക്കോളും. മൊത്തത്തിൽ മൂടി കെട്ടാൻ പാടില്ല. അതുപോലെ ചെറിയ കവർ ഇട്ട് കൊടുക്കാൻ പാടില്ല, പൂവ് ടൈറ്റായി പോവും, വിരിയേണ്ടതാണ്. കാരണം നമ്മുടെ ഈ നിശാഗന്ധിയോട് സാമ്യമുള്ള വലിയ പൂവാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിയുടേത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോളിനേഷൻ ചെയ്ത് കവറിട്ട് സംരക്ഷിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ ഇട്ട് കൊടുത്ത കവർ ഇതിൻ്റെ മുകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. അതായത് രാവിലെ ഒരു 9 മണിക്ക് ശേഷം, 9-9:30 കൂടി തന്നെ നമ്മുടെ ഈ പൂവ് വാടിപ്പോകുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ കവർ നിർബന്ധമായും ഇതിൻ്റെ മുകളിൽ നിന്ന് നീക്കം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പഴമാകുന്ന ടൈം ഏകദേശം ഒരു 28 മുതൽ 30-ാമത്തെ ദിവസം തന്നെ നമുക്കിത് പഴമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതായത് വേര് പിടിപ്പിച്ച് മുകളകൾ പൊട്ടിയ തൈകൾക്ക് ചാർജ് വരുന്നത് 100 രൂപയാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ